ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷക മഹാപഞ്ചായത്തിന്റെ ഭാഗമായ സ്വതന്ത്ര കർഷക സംഘടനകളും ജനകീയ പ്രസ്ഥാനങ്ങളും ജനോക്രസി ജനശബ്ദം തുടങ്ങിയവയുടെ പങ്കാളിത്തത്തോടെ ജവാൻ കിസാൻ നിർധൻ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. യാത്ര 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. ജവാന്മാർക്കും കർഷകർക്കും നിർധനർക്കും വേണ്ടിയുള്ള അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുന്നതാണ് ജവാൻ കിസാൻ നിർധൻ യാത്രയെന്ന് ജാഥ ക്യാപ്റ്റന്മാരായ ശിവ മാക്രോയും ജോയി മൂക്കൻതോട്ടവും ജോൺ പൗലോസും വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ഉദ്യോഗസ്ഥാധിപത്യത്തിൽ നിന്നും അഴിമതിയിൽ നിന്നും സംസ്ഥാന ഭരണത്തെ രക്ഷിക്കാൻ പൗരാധികാരം ജനാധിപത്യ കേരളത്തിൽ ഉടനടി നടപ്പിലാക്കണമെന്നും ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന വിഭജനം അവസാനിപ്പിച്ച് സാധ്യമായ സർക്കാർ സേവനങ്ങളും അനുമതികളും വീട്ടുപടിക്കലെത്തുന്ന നൂതന ഭരണ സംവിധാനം കേരളത്തിൽ കൊണ്ടുവരാനാണ് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി ശ്രമിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. വിവിധ ജില്ലകളിൽ പര്യടനം നടത്തിയ ശേഷം 17-ന് തിരുവനന്തപുരം ജില്ലയിലെത്തുകയും വൈകുന്നേരം 3 മണിക്ക് സെക്രട്ടേറിയറ്റിനു മുന്നിൽ യാത്രാ സമാപനം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ അതിലേറെ ഈ ഓരോ ഭാരതീയനെയും എങ്ങനെ ഒരു നല്ല പൗരാധികാര ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മുൻ സൈനികരായ പട്ടാളക്കാരും ഇന്ന് കാലത്തെ വരെ ഈ ഒരു സമയം വരെ നമ്മൾ അന്നം ഊട്ടിക്കൊണ്ടിരിക്കുന്ന കഠിനാധ്വാനികളായ എന്നാൽ പട്ടിണിയോടുകൂടി ജീവിക്കുന്ന കർഷകരുടെയും അതേപോലെ തന്നെ സമൂഹത്തിലെ ഒഴിവാക്കപ്പെട്ട വിഭാഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ജനാധിപത്യം, അത് പൗരാധികാരത്തോടുകൂടി ഓരോ പൗരൻ്റെ അധികാരം എന്താണ് എന്ന് അവരെ അറിയിച്ചുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ജനാധിപത്യ പ്രക്രിയ ഇന്ത്യയിൽ ഉണ്ടാക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് 2020 ജനുവരി 1-ാം തീയതി കണ്ണൂരിൽ തുടക്കപ്പെട്ട ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്ന പാർട്ടി ഈ കഴിഞ്ഞ 2021 ഞങ്ങൾക്ക് അസംബ്ലി ഇലക്ഷനിൽ തുടക്കം കുറിച്ചു. ഇരിട്ടിയിലും ആറന്മുളയിലും ഞങ്ങളുടെ ഭാഗധേയമായി 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 3 സ്ഥലങ്ങളിൽ കേരളത്തിലും മൊത്തം 49 ഇടങ്ങൾ ഇന്ത്യയിലും മത്സരിച്ചു. 23 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് ഇന്ന് പാർട്ടി നിലവിലുള്ളത്. പാർട്ടിയുടെ ശക്തമായ പ്രവർത്തനം ഇന്ന് വടക്കേ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ താങ്കൾക്ക് ഓരോരുത്തർക്കും അറിയാം, നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ പാർട്ടിക്ക് വളരുവാൻ സ്വല്പം താമസം എടുക്കുന്നുണ്ട്. എങ്കിലും ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്കെങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനുള്ള ഒരു തീരുമാനം ഞങ്ങളെല്ലാവരും കൂടി കൈക്കൊണ്ടുകൊണ്ട് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി ഇന്ന് കേരളത്തിലെ ഈ ഒഴിവാക്കപ്പെട്ട സമൂഹത്തിലെ അംഗങ്ങളുടെ സഹകരണത്തോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കർഷകരുടെ സഹകരണത്തോടുകൂടി മുൻ സൈനികരായ ഞങ്ങൾ ഈ പറയുന്ന പ്രവർത്തനം ജനസേവനം തുടങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.